പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, പരിശുദ്ധ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യം നൽകിക്കൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ ദിവസങ്ങളിൽ ഉന്നതമായ കൃപകളാൽ നിറച്ച് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിലെ നിയോഗങ്ങള്, വേദനകള്, രോഗപീഠകള്, കടബാധ്യതകള്, തകർച്ചകള്, തടസ്സങ്ങള്, പൈശാചിക പീഡകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ ശക്തമായ സാന്നിധ്യം, അമ്മയിൽ നിറഞ്ഞ കൃപ, അമ്മയുടെ കൂടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം, സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടല്, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മയുടെ സാന്നിധ്യത്തില്, സംരക്ഷണത്തില് ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. നല്ല കർത്താവേ, ഈ ധ്യാനത്തില്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ നിയോഗങ്ങള്, പ്രാർത്ഥനകള്, കുടുംബങ്ങള്, മക്കളുടെ നിയോഗങ്ങള് എല്ലാം ഏറ്റെടുത്ത് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിക്കുമ്പോൾ സന്തോഷത്തിന്റെ ദിവ്യ രഹസ്യങ്ങൾ അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജപമാലയില് 5 ദിവ്യ രഹസ്യങ്ങളാണ് സന്തോഷത്തിൻ്റെതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഈ 5 രഹസ്യങ്ങളും നമ്മളെടുത്ത് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില് പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. കാരണം ഈ 5 ദിവ്യ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അതിൽ പ്രത്യേക സന്തോഷമൊന്നുമില്ല. നമുക്കറിയാം, കന്യകയായ ഒരു മകള്, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു മകള്, സ്വർഗത്തിൽ നിന്നൊരു സന്ദേശം വരുക, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. അതിന് വരും വരായികളൊക്കെ നമുക്കറിയാം. യഹൂദ പാരമ്പര്യം, യോസേപ്പിതാവ് തന്നെ ഇത് അറിഞ്ഞിട്ട് ഉപേക്ഷിക്കാൻ പോലും തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക്, ഒത്തിരിയേറെ പ്രതിസന്ധികൾക്ക്, ഒത്തിരിയേറെ സംശയത്തിന്, ഇവൻ ജീവന് പോലും ഭീഷണിയാക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു സംഭവമാണ് സംഭവിക്കാൻ പോണത്. നീ ഗർഭം ധരിക്കും. മാതാവ് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് ഇതെങ്ങനെ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുമോ, സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇന്നാണെങ്കിൽ കൂടിയും മാലാഖ വന്ന് പറഞ്ഞു ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും അത് സ്വീകരിക്കും? പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അവസ്ഥയില് പരിശുദ്ധ അമ്മ ഒന്നും നോക്കാതെ ഒറ്റ കാര്യം നോക്കിയുള്ളൂ, ഇത് ദൈവത്തിന്റെ ഹിതമാണോ, ദൈവത്തിന് ഇഷ്ടമാണോ, ഇത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ തിരുമനസ്സാണ് എന്ന് മനസ്സിലായി. പിന്നെ മാതാവിന്റെ ജീവിതത്തില് വിശുദ്ധ ലിഖിതങ്ങളും രക്ഷകന്റെ ആഗമനവും ഒക്കെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് മാതാവിനെ അറിയാം, ഇത് ഒറ്റ കാര്യമുള്ളൂ, ഇത് അതാണോ എന്ന് അറിഞ്ഞപ്പോ ലോകത്ത് നോക്കാതെ, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ യുവാവായ യോസേപ്പിതാവിനെ നോക്കാതെ, മറ്റാരെയും നോക്കാതെ പരിശുദ്ധ അമ്മ ഈ ദൈവവചനം സമർപ്പിച്ചപ്പോ അതാണ് സന്തോഷത്തിന്റെ ഒന്നാമത്തെ ദിവ്യരഹസ്യം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മുടെ കുടുംബത്തില്, മക്കളില് നമ്മളെല്ലാവരും ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നവർ. എന്നാൽ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്ന് നമ്മൾ നോക്കുമ്പോ എവിടെ നോക്കിയാലും, അത് പൗരോഹിത്യത്തിലാകട്ടെ, സന്യാസ ജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, വിവാഹ ജീവിതത്തിലാകട്ടെ, യുവമക്കളിലാകട്ടെ, ജോലിയിലാകട്ടെ, ഈ ദൈവത്തിന്റെ വചനത്തിന് നമ്മൾ സമർപ്പിക്കണമെങ്കിൽ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ലോകത്തിന് സന്തോഷം വിടണം, പല പല കൂട്ടുകെട്ടുകൾ വിടണം, സിനിമ വിടണം, പല പല സ്വഭാവങ്ങൾ വിടണം, ചില പല സമയങ്ങള് നമ്മൾ ചെലവഴിക്കണം, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം വചനം ആസ്വദിക്കണമെങ്കിൽ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഈ വചനത്തിന് എന്ത് വില കൊടുത്തും, എത്ര റിസ്ക് എടുത്തും, എത്ര കഷ്ടപ്പെട്ടും നമ്മൾ സമർപ്പിച്ചാലാണ് എന്തുണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അറിയണം. സന്തോഷം വേണം. നമ്മൾ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, ആരെ കിട്ടണം, മിശ്രവിവാഹം അരുത്. ഇന്ന് പല പല സിനിമാ നടിമാരൊക്കെ മിശ്രവിവാഹം ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് റീലിറക്കുന്നു, അവർ സംഭാഷണം അല്ലെങ്കിൽ ഒത്തിരിയേറെ അതിനെ പ്രൊമോട്ട് ചെയ്തു.
സിനിമാ നടിമാര് ഇന്ന് അത് കണ്ടിട്ട് നമ്മുടെ മക്കള് ഈ മിശ്രവാദത്തിൽ ചെന്നപ്പെടുന്നു. എത്രയോ കേസുകൾ ഞാനത് പറഞ്ഞപ്പോ തന്നെ പല പേരുകളും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ക്രിസ്ത്യാനികളായ സിനിമാ നടിമാര് മിശ്രവാദത്തിൽ ചെന്ന് പെട്ടിട്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് റീലുകള്, സംഭാഷണങ്ങള്, പ്രോഗ്രാമുകൾ ചെയ്തു. എത്ര നാളത്തേക്ക് പ്രിയ മക്കളെ? കുടുംബം, പാരമ്പര്യം, കുടുംബവൃക്ഷം, തലമുറ ഇതൊരാളിൽ അവസാനിക്കുന്നില്ല, അവസാനിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവം പറഞ്ഞ വചനം ഇതാണ് മാതാവിന്റെ സന്തോഷത്തിന്റെ രഹസ്യം. ദൈവം പറഞ്ഞ വചനത്തിന് ഒന്നും നോക്കാതെ, ആരെയും നോക്കാതെ, കൂട്ടുകാരെ നോക്കാതെ, വീട്ടുകാർ നോക്കാതെ, ബന്ധുക്കൾ നോക്കാതെ, ഒന്നിനും നോക്കാതെ വചനം സമർപ്പിച്ചു. അപ്പൊ മിശ്രവാഹം പറ്റില്ല, മദ്യപാനം പറ്റില്ല, വ്യഭിചാരം പറ്റില്ല, കറങ്ങാൻ പോക്ക് പറ്റില്ല, സിനിമ കാണാൻ പോക്ക് പറ്റില്ല, ഡ്രഗ് അടിക്കാൻ പറ്റില്ല. ഈ ലോകത്തിന്റെ ഒരു സുഖം വിവാഹമോചനം നെവർ. അപ്പോ ഇത് ദൈവവചന വിരുദ്ധമാണ്. സന്തോഷം ഉണ്ടാവണോ മക്കളെ? വചനം അനുസരിച്ച് അത് റിസ്ക്. നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി അമ്മ മാതാവിന്റെ സന്തോഷത്തിന്റെ ഈ രഹസ്യത്തെ അടിസ്ഥാനമിട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആരെന്ത് പറഞ്ഞാലും, മീഡിയ എന്ത് പറഞ്ഞാലും, റീലുകൾ എന്ത് പറഞ്ഞാലും, കൂട്ടുകാരി എന്ത് പറഞ്ഞാലും, നാട്ടുകാരി എന്ത് പറഞ്ഞാലും, നിയമം എന്ത് പറഞ്ഞാലും, പോലീസ് എന്ത് പറഞ്ഞാലും, കോടതി എന്ത് പറഞ്ഞാലും, ലോകം എന്ത് പറഞ്ഞാലും, ദൈവവചനത്തിന് ഞാൻ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കും. ഗേ മാരേജ് ചെയ്തോ, LGBT അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബിഗ് ബോസോ, അത് പിശാചിന്റെ കുറെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പറയും, പ്രൊമോട്ട് ചെയ്യും. ഇവൻ സഭയിൽ പോലും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു LGBT കാരുടെ വലിയൊരു പ്രദക്ഷിണം വത്തിക്കാനിലേക്കൊക്കെ പോയതൊക്കെ. പ്രിയപ്പെട്ട മക്കളെ, പിശാച് കയറിപ്പറ്റുന്ന ചില മേഖലകളുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ എന്താ പറയാ, അതിനെ മഹത്വവൽക്കരിക്കുന്ന, അതിനെ അംഗീകരിക്കുന്ന, അതിനെ പോലും ആരാധിക്കുന്ന അവസ്ഥകൾ വരും. ഇവിടെയൊക്കെ ദൈവവചനത്തിന് സമർപ്പിക്കാൻ സാധിക്കും. പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ഇന്ന് അതിന് വിരുദ്ധമായിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് ഞാൻ പറയാണ്, സന്തോഷം ഉണ്ടാവണം. ഒറ്റ രഹസ്യമുള്ളൂ, ദൈവവചനത്തിന് സമർപ്പിക്കണം. ആര് പറഞ്ഞാലും വചനം വിട്ടു പോകരുത്. ഇനി എന്ത് പറഞ്ഞാലും, എന്തൊക്കെ പ്രതിസന്ധികൾ അതിന്റെ പേരിൽ വന്നാലും, കർത്താവ് പറഞ്ഞ വചനമാണോ, ഞാനത് സ്വീകരിക്കും. ഒത്തിരി സങ്കടത്തോടെ അച്ഛൻ പറയുന്നത്, ഒത്തിരി മക്കള് ഈ മിശ്രമാകത്തിൽപ്പെട്ട് അവന്റെ കൂടെ പോയി കിടക്കുക, അവന്റെ കൂടെ പോയി ജീവിക്കുക, കറങ്ങാൻ പോവുക, ശരീരം പങ്കുവെക്കുക, ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന അനേകം മക്കൾ അച്ഛൻ അറിയാം. നമ്മളൊന്ന് കഥകൾ പറയുമ്പോൾ സങ്കടം വരുക. നമ്മുടെ മക്കള് ദൈവാലയം ഉദാശ സ്വീകരിച്ച ശരീരം, ദൈവത്തിന്റെ മക്കള് സ്വർഗത്തിൽ പോയ ശരീരങ്ങള് അതൊക്കെ നശിപ്പിച്ചു കളയുന്നു. അതോടെ പ്രിയപ്പെട്ട മക്കളെ, സന്തോഷം ഉണ്ടാവണം. ഈ അടിസ്ഥാനം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരന്റെ സന്നദ്ധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യോസേപ്പ് പിതാവിനോട് ചേർന്ന്, യോസേപ്പ് പിതാവ് തന്നെയാണ്. ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് സ്വപ്നത്തിൽ നിന്ന് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ? വേറെ ഒന്നും നോക്കണില്ല, ആരെയും നോക്കണില്ല. ദൈവം പറഞ്ഞോ? വചനം പറഞ്ഞിട്ടുണ്ടോ? വേറെ ഒന്നും നോക്കണില്ല. കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി. അതാണ് സന്തോഷത്തിന്റെ ഒന്നാമത്തെ പരമപ്രധാനപ്പെട്ട രഹസ്യം. സംഭവിക്കട്ടെ നമ്മുടെ കുടുംബത്തിലും മക്കളിലും. പ്രാർത്ഥിക്കാം മക്കളെ. നിങ്ങൾ എല്ലാവരെയും അനുകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങള് വിളക്കന്നൂര് ദിവ്യകാരൻ അത്ഭുതം നടന്ന സ്ഥലത്തേക്ക് നമ്മുടെ ദിവ്യകാരൻ യാത്ര പോവുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും യോഗങ്ങളും ദിവ്യകാരൻ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ വാഹനത്തിൽ നമ്മൾ യഹോവ ക്ഷമ വാഹനം നമ്മൾ ഈശോ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് കുർബാന അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ച് ആരാധിച്ച് നമ്മൾ തിരിച്ചു പോരുന്നു. നിങ്ങളെ പ്രത്യേകം ഓർക്കും. ഇന്ന ദിനം പ്രത്യേക ഒരു അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളും ഉണ്ടാകട്ടെ. ദൈവഹിതത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ വേണ്ട അഭിഷേകവും കൃപയും നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുവാനുള്ള വഴി പരിശുദ്ധ അമ്മയിലൂടെ ആ മഹാരഹസ്യം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. അങ്ങയുടെ വചനം അനുസരിച്ച് ഞങ്ങൾ ജീവിക്കണം, അങ്ങയെ സ്വന്തമാക്കി ജീവിക്കണം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങയെ വിട്ടു പോയാല്, വചനം വിട്ടു പോയാല് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദുഃഖം കടന്നു വരും. കർത്താവ്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോ പല പല സ്വാധീനങ്ങള്, പല പല പ്രേരണകള്, പല പല പ്രൊമോഷൻസ്, പല പല ദുർമാതൃകകള് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ആപത്തിലേക്ക്, വചന ലംഘനത്തിലേക്ക് ഒക്കെ നയിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കൂ, മരണത്തിലേക്ക് നയിക്കൂ. അങ്ങയുടെ വചനമാണ് ജീവൻ. അങ്ങ് പറഞ്ഞില്ലേ, എന്റെ വചനം ആത്മാവും ജീവനുമാണ്.
അങ്ങയുടെ വചനത്തിന് വിരുദ്ധമായി ഞങ്ങൾ ചെയ്യുമ്പോൾ അത് മരണമാണ്, ജീവൻ നഷ്ടപ്പെട്ടു പോകലാണ്. ഒരു വലിയ സത്യം ഞങ്ങളുടെ മക്കൾ അറിയട്ടെ. കർത്താവ്, ഇന്ന് ഒത്തിരി സ്വാധീനത്തിൽപ്പെട്ട ഞങ്ങളുടെ മക്കൾ ജീവിക്കുന്ന കൂട്ടുകാരുടെ സ്വാധീനം, മൊബൈലിന്റെ സ്വാധീനം, ഗെയിമുകളുടെ സ്വാധീനം, സിനിമകളുടെ സ്വാധീനം, ഒത്തിരി തിന്മയുടെ സ്വാധീനം, പാപത്തെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകള്, പ്രോഗ്രാമുകള്, ബിഗ് ബോസ് പോലുള്ള പൈശാചികമായ പ്രേരിപ്പിക്കലുകള്, തിന്മയെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമാ നടന്മാര്, സിനിമാ നടിമാര്, കർത്താവേ, ദൈവവചനത്തെ വിരുദ്ധമായിട്ട് അവതരിപ്പിച്ച് അതിനെതിരെ പ്രവർത്തിക്കുന്നവര് ഏറെയാണ്. അതിന്റെ സ്വാധീനവും ഏറെയാണ്. പരിശുദ്ധ അമ്മയെ പോലെ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങയുടെ വചനത്തെ മുറുകെ പിടിച്ച് അതിന് ഇതാ കർത്താവ് നിന്റെ ദാസൻ, നിന്റെ ദാസി എന്ന് പറയാൻ പിതാവിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഇരുവരെ അഭിഷേകത്തിന്റെ പ്രാർത്ഥിക്കും. മക്കളെ, ലോകത്തിന്റെ സ്വരത്തിന്റെ പിന്നാലെ പോകരുത്. ദൈവത്തിന്റെ വചനമാണ് സത്യം, അതാണ് ജീവൻ, അതാണ് ആത്മാവ്. ആ വചനത്തെ നഷ്ടപ്പെടുത്തിയാൽ ജീവൻ നഷ്ടപ്പെടും, മരണം കടന്നു വരും, അന്ധകാരം കടന്നു വരും, പിശാചി കടന്നു വരും. കർത്താവേ, അങ്ങയുടെ വചനത്തിലേക്ക്, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിലേക്ക്, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മയെ പോലെ വചനത്തിൽ സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. എതിർ ശബ്ദങ്ങൾ, കർത്താവേ, നുണകള്, അസത്യങ്ങള് ഏറെയുണ്ടെന്ന് ലോകത്തില്. അതിനൊക്കെ മനസ്സിലാക്കി തിരസ്കരിക്കാൻ, അതിനോട് വേണ്ടെന്ന് പറയാൻ അഭിഷേകം നൽകണം. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണം. വചനം വിട്ടു പോകാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിന് വേണ്ടി പ്രത്യേകം ആവിധത്തിൽ ഇന്ന് പ്രാർത്ഥിക്കും. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ശ്വാസത്തെ വരം നൽകണമേ, ധൈര്യം നൽകണമേ. വചനത്തിൽ സമർപ്പിക്കാനുള്ള കൃപയും അഭിഷേകവും ധൈര്യവും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.